ഇപ്പോൾ വെക്കേഷൻ ടൈമല്ലേ, അപ്പോൾ ഹത്തയിലോട്ടൊന്ന് പോവുകയാണ്. കൂടെ ബാർബിക്യൂവും നമ്മളവിടെ വെച്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഉൾപ്പെടുത്തിയിരിക്കുന്നത് ട്രാവൽ ആൻഡ് കുക്കിംഗ് വീഡിയോ ആണ്. അപ്പോൾ ഈ ബാർബിക്യൂവിനുള്ള ചിക്കൻ മാരിനേറ്റ് ചെയ്തത് എങ്ങനെയെന്ന് നോക്കിയിട്ട് വരാം. പോകുന്നതിൻ്റെ തിരക്ക് കാരണം വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല. മസാല റെഡിയാക്കുന്നത് അത് ഞാൻ സിമ്പിളായിട്ട് പറഞ്ഞുതരാം. അത് വളരെ സിമ്പിളാണ്, എല്ലാവർക്കും ചെയ്യാവുന്നതേ ഉള്ളൂ. മസാല പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി ഫസ്റ്റ് ഒരു ബൗൾ എടുക്കുക. അതിലേക്ക് കുറച്ച് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, ചില്ലി പൗഡർ, അതിൽ കാശ്മീരി ചില്ലിയും കൂടെ നമുക്ക് ചേർക്കാം, ടർമറിക് പൗഡർ, പെപ്പർ പൗഡർ, സോൾട്ട്, പിന്നെ കുറച്ച് ലെമൺ ജ്യൂസിന് പകരം വേണമെങ്കിൽ നമുക്ക് വിനെഗറും ചേർക്കാം. പക്ഷേ ഇവിടെ ഞാൻ ലെമൺ ജ്യൂസാണ് ചേർത്തിരിക്കുന്നത്. കുറച്ച് ഒലിവ് ഓയിലും കൂടി ഒഴിച്ച് ഈ മസാല നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. എന്നിട്ട് നമ്മുടെ ഈ ചിക്കൻ്റെ ഓരോ പീസ് എടുത്തിട്ട് അതിലേക്കൊന്ന് തേച്ച് പിടിപ്പിക്കണം. ഇതിലേക്ക് ഗരം മസാല ആഡ് ചെയ്യുന്ന കാര്യം ഞാൻ പറയാൻ മറന്നുപോയി, അതും കൂടി ഒന്ന് ആഡ് ചെയ്തേക്കണം കേട്ടോ. ഇത് ഷോപ്പിൽ നിന്ന് പ്രത്യേകം കട്ട് ചെയ്ത് വാങ്ങിച്ചതാണ് ചിക്കൻ്റെ പീസുകൾ ഗ്രില്ല് ചെയ്യുന്നതിന് വേണ്ടി. അപ്പോൾ മസാല തേച്ച് പിടിപ്പിക്കുമ്പോൾ തിക്കായിട്ട് തേച്ച് പിടിപ്പിക്കാൻ പാടില്ല. ഗ്രില്ല് ചെയ്യുമ്പോൾ പെട്ടെന്ന് കരിയും, മസാലയുടെ ടേസ്റ്റ് ആ ചിക്കനിൽ തന്നെ ഉണ്ടാവും. അതൊന്ന് എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ. ഇനി ഗ്രീൻ ചിക്കനുള്ള മസാല റെഡിയാക്കാം. അതിനായിട്ട് കുറച്ച് അധികം മല്ലിയില എടുക്കുക, കുറച്ച് പുതിന ഇലയും ഒരു 7-8 ഗ്രീൻ ചില്ലിയും കൂടി. നമ്മൾ ഇതിനകത്ത് ചില്ലി പൗഡർ ചേർക്കുന്നില്ല, അതുകൊണ്ട് എരിവിനായിട്ടുള്ള ചില്ലി വേണം, ഗ്രീൻ ചില്ലി വേണം. അത് ഒരു മിക്സിയിൽ നന്നായിട്ട് പേസ്റ്റ് ആക്കി എടുക്കുക. അതിലേക്ക് കുറച്ച് ജിഞ്ചർ ഗാർലിക് പേസ്റ്റും, സോൾട്ട്, അല്പം മഞ്ഞൾപ്പൊടിയും, വിനെഗറോ അല്ലെങ്കിൽ ലെമൺ ജ്യൂസോ ഒഴിക്കാം. കുറച്ച് ഒലിവ് ഓയിലും കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിച്ചതിന് ശേഷം ഓരോ പീസുകളിലേക്ക് തേച്ച് പിടിപ്പിക്കുക. ഇതിന് ഗരം മസാലയുടെ ആവശ്യമില്ല കേട്ടോ. ഇത് ചിക്കൻ മലായി ടിക്കയാണ്. അപ്പോൾ ആദ്യം ടിക്ക പീസുകളാക്കി ചിക്കൻ കട്ട് ചെയ്യുക. അതിലേക്ക് കുറച്ച് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, അല്പം മഞ്ഞൾപ്പൊടി കുറച്ച് മാത്രം മതി, പിന്നെ കുറച്ച് മുളക് പൊടി, സോൾട്ട്, പെപ്പർ പൗഡർ, കസൂരി മേത്തി നല്ല ഫൈൻ പേസ്റ്റ് ആക്കിയത്, കൂടെ കുറച്ച് ഇത് ഗരം മസാല ആൻഡ് യോഗട്ടും കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിക്കാം. യാത്രയിലാണ്. അങ്ങനെ ഞങ്ങൾ പോകുന്നതിൻ്റെ ഇരു സൈഡും ഇങ്ങനെ മലനിരകൾ ഇങ്ങനെ കാണാൻ പറ്റുന്നുണ്ട്. ഈ മലകൾ ഹജർ മൗണ്ടെയ്ൻസ് എന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഹൈറ്റിലോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അത് കാരണം ചെവി ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ അടയുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഫുള്ള് വേറൊന്നും കാണാൻ പറ്റത്തില്ല. രണ്ട് സൈഡും ഈ മൗണ്ടെയ്ൻസ് മാത്രമേ ഉള്ളൂ. ഡാമല്ല, ഇത് മറ്റേ ഇത് വാതി ഒഴിയുമ്പോൾ ഇഷ്ടം പോലെ. ഇപ്പോൾ നമ്മൾ ഹത്ത ഏകദേശം എത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ കാണുന്ന ഗ്രീനറീസ് എല്ലാം ചെറിയ ചെറിയ ഫാമുകളാണ്. പക്ഷേ നമുക്ക് അവിടെ കയറാൻ പറ്റിയില്ല, കാരണം തിരിച്ചു വരുമ്പോൾ തന്നെ ഒരുപാട് വൈകിയായിരുന്നു, രാത്രിയായി. പിന്നെ ഒന്നും കണ്ടിട്ടും കാര്യമില്ലല്ലോ, ഫാമല്ലേ. അങ്ങനെ വിസിറ്റ് ഹത്ത റൗണ്ട് ഔട്ട് എൻട്രി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇനി നേരെ ഹത്തയിലേക്ക്. ഇവിടെ നിന്ന് ആദ്യം ഞങ്ങൾ പോയത് ഹിൽ പാർക്കിലേക്കാണ്. അവിടെ കുറച്ച് ഹട്ടുകൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ അവിടെ ഓൾമോസ്റ്റ് ഫുള്ളായിരുന്നു. അവിടെ ഫുള്ളായതുകൊണ്ട് ഈ ഫ്ലാഗ് കാണുന്നില്ലേ, ആ പാർക്കിലേക്കാണ് പിന്നെ നമ്മൾ വന്നത്. ഹിൽ പാർക്കിൻ്റെ വളരെ അടുത്ത് തന്നെയാണ് ഈ പാർക്ക്. ഇതും ഒരു ചെറിയ പാർക്ക് തന്നെയാണ്, പക്ഷേ എന്നാലും നല്ല സ്പേസൊക്കെ ഉണ്ട്. അത്യാവശ്യം കുറച്ച് ഹട്ടുകളെ ഇവിടെയും ഉള്ളൂ. പക്ഷേ ഇവിടെ വലിയ റഷൊന്നും ഇല്ലായിരുന്നു, ആളുകളൊന്നും വന്നു തുടങ്ങിയിട്ടില്ല. ഒരു 11 മണി സമയമായതേ ഉള്ളായിരുന്നു ഉച്ചയ്ക്ക്. ഇതാണ് അൽവാദി പാർക്ക് എന്നാണ് ഇതിൻ്റെ പേര്. അപ്പോൾ നമ്മൾ ഹട്ട് നോക്കി നടക്കുകയാണ്. നമ്മൾ സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു ഹട്ട് എങ്ങനെയെങ്കിലും കണ്ടുപിടിക്കണം. കുട്ടികൾക്കുള്ള ചെറിയ പ്ലേ ഏരിയ ഒക്കെ ഇവിടെ ഉണ്ട്. അത്യാവശ്യം നല്ലൊരു പാർക്ക് തന്നെയാണ്. അങ്ങനെ പിന്നെ ഈ പാർക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റുന്നത് ഒരു വലിയൊരു ഫ്ലാഗ് അവിടെ ഉണ്ട്. ഇവിടെ നിന്നാൽ ഈ ഫ്ലാഗ് നമുക്ക് കാണാൻ പറ്റും.
ഇപ്പോൾ ഉച്ചയ്ക്കൊരു 12 മണി ആയതുകൊണ്ടാവണം വലിയ തിരക്കൊന്നും ഇല്ലായിരുന്നു. നമ്മൾ ഒരു ഹട്ട് നമ്മൾ തന്നെ സെലക്ട് ചെയ്ത് കണ്ടുപിടിച്ചു. മിക്ക ഹട്ടുകളും ഒഴിഞ്ഞ് കിടക്കുകയായിരുന്നു. ആഫ്റ്റർ 3 o'clock ഒക്കെ ആകുമ്പോൾ നല്ല റഷാവും, പിന്നെ ഹട്ടൊന്നും കിട്ടാറില്ല. ഇപ്പോൾ നമ്മൾ ഫസ്റ്റ് തന്നെ ഗ്രില്ല് ചെയ്യാമെന്നുള്ളൊരു തീരുമാനത്തിൽ അടുപ്പൊക്കെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഓയിലൊക്കെ ഒഴിച്ചു, ഫ്യൂവൽ ഒഴിച്ചു. ഇനി തീ കത്തിക്കാനുള്ള തിരക്കിലാണ്. വലിയൊരു ഹട്ടാണ് കേട്ടോ, നല്ല സ്പേസും ഉണ്ട്. മധ്യത്തൊരു സെൻറ്ററിലൊരു ടേബിൾ പോലെയൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ 4 ചുറ്റും നമുക്ക് ഇരിക്കാനുള്ള സൗകര്യമൊക്കെ ഉണ്ട്. നല്ല വലിയ ഹട്ടാണ്. തീയൊക്കെ കത്തിച്ച് തുടങ്ങിയിട്ടുണ്ട്. ഇവിടെ ഒരു സമയം 4 ഫാമിലീസിന് തന്നെ ഗ്രില്ല് ചെയ്യാൻ പറ്റും. അപ്പോൾ റൈറ്റ് സൈഡിലാണെങ്കിൽ 2 ഗ്രില്ലുണ്ട്. ഒന്ന് ബാക്കിലും ഫ്രണ്ടിലുമായിട്ട് 2 ഗ്രില്ലുണ്ട്. അതേപോലെ തന്നെ ലെഫ്റ്റ് സൈഡിലും ബാക്കിലും ഫ്രണ്ടിലുമായിട്ട് 2 ഗ്രില്ലുണ്ട്. അങ്ങനെ 4 ഗ്രില്ല് തന്നെ ഉണ്ട്. മാത്രമല്ല ഹട്ടും നല്ല സ്പേസാണ്. അപ്പോൾ എന്താണ്, നമ്മൾക്ക് ഇവിടെ ടേബിളോ ചെയറോ ഒന്നും കൊണ്ടുപോകേണ്ട ആവശ്യം തന്നെയില്ല. എല്ലാം അവിടെ തന്നെ ഉണ്ട്. നമ്മുടെ സാധനങ്ങൾ കൊണ്ടുപോയി ഒന്ന് സെറ്റാക്കി വയ്ക്കുന്ന പാടേ ഉള്ളൂ. പിന്നെ ഞാൻ ഒരുപാട് സ്ഥലത്ത് ഇങ്ങനെ നമ്മൾ ഗ്രില്ല് ചെയ്യാനൊക്കെ പോയിട്ടുണ്ട്, പക്ഷേ ഇത്രയും സ്പേസ് ഉള്ള ഹട്ട് ആദ്യമായിട്ടാണ് കാണുന്നത്. അതുകൊണ്ട് ഒത്തിരി അങ്ങ് ഇഷ്ടപ്പെട്ടു. ഇവിടെ ചാർക്കോൾ വീശി വീശി കത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഫയർ വന്നു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഉടൻ തന്നെ ഗ്രില്ല് ചെയ്യാനുള്ള തയ്യാറെടുപ്പിലേക്ക് പോവാം. അപ്പോൾ ഗ്രില്ലിനുള്ള അടുപ്പ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി ചിക്കൻ ഫസ്റ്റ് വെക്കാനായിട്ടാണ് പോകുന്നത്. അപ്പോൾ ചിക്കൻ വെച്ചു. അതിലേക്ക് ഫസ്റ്റ് ഞാൻ റെഡ് കളറിൽ മാരിനേറ്റ് ചെയ്ത ചിക്കനാണ് ഇവിടെ വെച്ചിരിക്കുന്നത്. അപ്പോൾ നന്നായിട്ട് ഗ്രില്ല് നല്ലതായിട്ട്, അതായത് നമ്മുടെ ചാർക്കോളൊക്കെ നന്നായിട്ട് ചൂടായിട്ടുണ്ടെങ്കിൽ അധികം താമസിക്കുകയൊന്നുമില്ല, പെട്ടെന്ന് തന്നെ ഗ്രില്ല് ചെയ്തെടുക്കാൻ പറ്റും. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഓയിൽ ബ്രഷ് ചെയ്ത് കൊടുക്കണം, അല്ലെങ്കിൽ പെട്ടെന്ന് കരിയും. അപ്പോൾ ഓയിൽ ബ്രഷ് ചെയ്യുമ്പോൾ നമ്മൾ അതെല്ലാം റെഡിയായി വരുമ്പോൾ നല്ല ഗ്ലേസിങ് ഉണ്ടാവും നമ്മുടെ ചിക്കന്. അപ്പോൾ റെഡിയായ ചിക്കനെ ഒരു ഹോട്ട് പോട്ടിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്രില്ല് ചെയ്യാനുള്ളത് ഗ്രീൻ ചിക്കനാണ്. അത് ഗ്രില്ല് ചെയ്യാനായിട്ട് നോക്കാം. അപ്പോൾ ഗ്രീൻ ചിക്കൻ്റെ കൂടെ ടിക്കയും കൂടെ വെച്ചിട്ടുണ്ട്. സ്പേസ് ഉള്ളത് കൊണ്ട് ടിക്കയും കൂടെ വെച്ചു. അപ്പോൾ ഇടയ്ക്ക് അതും ബ്രഷ് ചെയ്ത് കൊടുക്കണം. ചിക്കൻ ചെയ്യുമ്പോഴെപ്പോഴെല്ലാം നമ്മൾ ഓയിൽ ബ്രഷ് ചെയ്ത് കൊടുത്തുകൊണ്ടേയിരിക്കണം. അപ്പോൾ ഗ്രീൻ ചിക്കൻ ഏകദേശം ഒന്ന് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ചിക്കൻ്റെ കൂടെ ഒരു വെറൈറ്റിക്ക് വേണ്ടി ഫിഷും കൂടെ ഒന്ന് ഗ്രില്ല് ചെയ്യാനായിട്ട് ഒരെണ്ണം എടുത്തായിരുന്നു. ഒരു ഫിഷ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. സീബ്രീമാണ് ഈ ഫിഷിൻ്റെ പേര്. അപ്പോൾ റെഡ് ചിക്കൻ മാരിനേറ്റ് ചെയ്ത സെയിം മസാല തന്നെയാണ് ഞാൻ ഈ സീബ്രീമിനും യൂസ് ചെയ്തത്. പക്ഷേ നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. garlic paste, red chili chicken, barbecue red chili chicken, and hummus garlic paste ഒക്കെ നമ്മൾ വീട്ടിലുണ്ടാക്കുന്നതാണ്. ഫ്രഷായിട്ട് വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കുകയാണ്. നമ്മളുണ്ട്, ബ്രദർ അങ്ങനെ വീശിരിക്കുകയാണ് ഭക്ഷണം കഴിക്കാൻ റെഡിയായിട്ട്. നമ്മളൊരു ഫിഷ് ബാർബിക്യൂ ചെയ്തുകൊണ്ട് ഇവിടെ നല്ല ഈച്ചയുടെ ഒരു പ്രശ്നമുണ്ട് കേട്ടോ. ഫിഷ് ബാർബിക്യൂ ചെയ്തിരിക്കുന്നുണ്ടാ, അയ്യോ കണ്ട, എവനാണ് മോനെ ഫിഷ് ബാർബിക്യൂ. അപ്പോൾ കഴിക്കാനായിട്ട് എല്ലാവരും തയ്യാറെടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഞങ്ങളടുത്ത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കുറച്ച് ഈച്ചയുടെ പ്രോബ്ലം. മറ്റുള്ള അടുത്തൊന്നും നമ്മൾ കണ്ടില്ല. എനിക്ക് തോന്നുന്നത് നമ്മൾ കുറച്ച് സ്വീറ്റായിട്ടുള്ള തണ്ണിമത്തനും കുറച്ച് ഈച്ചകളെ ഇങ്ങനെ അട്രാക്റ്റ് ചെയ്യുന്ന ടൈപ്പ് ഫ്രൂട്ട്സ് ഉണ്ടല്ലോ, അതൊക്കെ ഒന്ന് കൊണ്ടുപോയി കുട്ടികൾക്ക് കൊടുക്കാമെന്ന് പറഞ്ഞ് കൊണ്ടുപോയതാണ്. അപ്പോൾ അത് കണ്ടിട്ടായിരിക്കണം ഈച്ചകൾ ഞങ്ങളെ വിടാതെ പിന്തുടർന്നുകൊണ്ടേയിരുന്നു. ആ ഒരു പ്രോബ്ലം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ മറ്റുള്ളവരടുത്തൊന്നും ഞങ്ങൾ ശ്രദ്ധിക്കുമ്പോൾ ഇല്ലായിരുന്നു. അപ്പോൾ ഇങ്ങനെ പോകുന്നവർ, ഇപ്പോൾ നല്ല ടൈമാണ് ഹത്തയിലോട്ടൊക്കെ പോകാൻ, വെക്കേഷൻ ടൈമാണ്. അപ്പോൾ പോകുന്നവരൊന്ന് ശ്രദ്ധിക്കുക, ഇങ്ങനെ ഫ്രൂട്ട്സ് ഒഴിവാക്കുന്നതായിരിക്കും നല്ലത് എന്ന് നമുക്ക് തോന്നി. ഇതാണ് ഹത്ത ഡാം. ഇനി ആ
അറബിക് ട്രഡീഷണൽ വില്ലേജ് ഉണ്ട് അവിടെയും കുറച്ച് കാര്യങ്ങളൊക്കെ കാണാനുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ട് നെക്സ്റ്റ് ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നുണ്ട്. വെക്കേഷനൊക്കെ പോകാൻ പറ്റിയ സ്ഥലമാണ് കേട്ടോ. ഇപ്പോൾ വെക്കേഷനാണല്ലോ, അപ്പോൾ വലിയ റഷൊന്നും ഇല്ലായിരുന്നു. കുറച്ച് നല്ല സേഫായി, ഒരു കണ്ടീഷനിൽ നല്ലൊരു സേഫായിട്ട് തോന്നി. പിന്നെ നമ്മൾ കുറച്ച് പ്രിക്കോഷൻസൊക്കെ എടുക്കുക. കുറച്ച് തിരക്കുള്ളത് ഈ ഡാം കാണുന്നതിന് വേണ്ടി മാത്രമായിരുന്നു. അപ്പം നമ്മൾ മാസ്കൊക്കെ ധരിച്ചും വളരെ സേഫായിട്ട് തന്നെ പോകാൻ നോക്കുക. ആ കോട്ട പോലെ കാണുന്ന സ്ഥലത്താണ് ഇപ്പോൾ ഞങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. നല്ല രാത്രിയായി, നല്ല ഇരുട്ടിലാണ്. ഏകദേശം ഒരു 8 o'clock എങ്കിലും ആയിക്കാണുമെന്ന് തോന്നുന്നു. അപ്പോൾ ഇത് ഞാൻ അടുത്ത വീഡിയോയിൽ ഉൾപ്പെടുത്താം. അപ്പോൾ എൻ്റെ ചാനൽ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇഷ്ടമായാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ.